5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകം ഉത്തർപ്രദേശിലേതാണ്. ഇവിടെ ജയിക്കേണ്ടത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നവും നോട്ട് അസാധുവാക്കലിന്റെ റഫറണ്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. യുപിയിൽ ബിജെപി നേരിട്ട ആവർത്തിച്ച തിരിച്ചടികളിൽ നിന്നും മോചനം ലഭിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. ജാതിമത സമവാക്യങ്ങളെ കാറ്റിൽ പറത്തി ബിജെപി ലോക്സഭയിൽ നേടിയ 71 സീറ്റ് വിജയം നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. മതവും ജാതിയും ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നത് കുറ്റകരമാക്കി സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലം കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. ജാതിയും മതവും വിജയം നിശ്ചയിക്കുന്ന സംസ്ഥാനമാണ് യുപി. സമാജ്വാദി പാർട്ടിയിലെ പ്രശ്നങ്ങളാണ് ബിജെപിക്ക് ആശ്വാസം പകരുന്നത്. പിളർന്നതുപോലെ നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയിൽ നിന്ന് മുസ്ലിങ്ങൾ കൂട്ടത്തോടെ മായാവതിയുടെ BSPയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുമേറി. മായാവതി ആകട്ടെ ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ 97 സീറ്റ് മുസ്ലിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ദളിതുകളെക്കാൾ 10 സീറ്റ് കൂടുതൽ. 30% മുസ്ലിങ്ങളുള്ള 73 മണ്ഡലങ്ങളാണ് യുപിയിലുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കോൺഗ്രസ്, അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദൾ തുടങ്ങിയ കക്ഷികളുമായി സഖ്യത്തിന് അഖിലേഷ് യാദവ് ശ്രമം നടത്തും. പഞ്ചാബിൽ ചരിത്രം കുറിച്ചാണ് അകാലിദൾ BJP സഖ്യം കഴിഞ്ഞ തവണ അധികാരം നിലനിർത്തിയത്. കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചനകൾ കാട്ടിയെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം കണക്കുകൂട്ടലുകളിൽ ഇവിടെ തെറ്റിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വോട്ടുകൾ പിളരുന്നത് അകാലിദളിന് നേട്ടവുമാകാം. എന്നാലും സർക്കാരിനെതിരെയുള്ള ജനവികാരം അതിശക്തമാണിവിടെ. ഗോവയിലും ആം ആദ്മി പാർട്ടി BJPക്കും കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സർക്കാരിനെ പിരിച്ചുവിട്ട് കൈപ്പൊള്ളിയ BJPക്ക് ഉത്തരാഖണ്ഡ് എളുപ്പമല്ല. നേരിയ വ്യത്യാസത്തിനാണ് കഴിഞ്ഞ തവണയും ഭരണം നഷ്ടപ്പെട്ടത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിമുറുക്കുക എന്ന അജണ്ടയാണ് മണിപ്പൂരിലും BJP ഇപ്പോൾ പയറ്റുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.